ഒറിജിനൽ പേപ്പറിൽ തന്നെയാണ് എക്സാം ചെയ്യുക. നിങ്ങളുടെ ഫോട്ടോ തന്നിട്ടുണ്ട്, അപ്പം രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടായിരിക്കും പേപ്പർ നോക്കുക കേട്ടോ. അതുകൊണ്ട് ഒന്നുകൂടെ എഴുതി വയ്ക്കാൻ ആരും ശ്രമിച്ചേക്കല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ ആരംഭിക്കാൻ പോവാണ്. നെക്സ്റ്റ് ചാപ്റ്ററിൽ പാർട്ട് 8 ബുദ്ധിക്ക് കരാമാത്ത്. ബുദ്ധിയുടെ മിറക്കിൾ അല്ലേ, അത്ഭുതം. ബുദ്ധിയുടെ മിറക്കിൾ എന്നാണ്, ബുദ്ധിയുടെ അത്ഭുതം എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. അപ്പം പാഠം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ. Bless our studies, enlighten our mind, strengthen our memory, and direct our will towards what is right. Grant us the strength and courage to be seekers of truth and wisdom of our heavenly patron, Mother Mary. Amen. Okay. ഈ പാഠം തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ അക്ഷരാഭ്യാസം ചെയ്ത ഗുരുക്കളെയും ടീച്ചേഴ്സിനെയും നിങ്ങളെ ആദ്യ അക്ഷരം പഠിപ്പിച്ച ഓരോ ഗുരുക്കന്മാരെയും, ഇപ്പം എന്നെ ആദ്യാക്ഷരം എഴുതിച്ച എല്ലാ അധ്യാപകരെയും, എൻ്റെ ഗുരുവിനെയും അവരുടെ പാദത്തെങ്കിൽ മനസ്സ തൊട്ട് നമസ്കരിച്ചുകൊണ്ടാണ് ഞാൻ ഈ പാഠം ആരംഭിക്കാനായിട്ട് പോണത്. കാരണം ഈ പാഠത്തിലൂടെ നിങ്ങൾക്ക് എന്താണോ ഞാൻ തരേണ്ടത് അത് കൃത്യമായി നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കണമെങ്കിൽ ഗുരുവിൻ്റെ അനുഗ്രഹം എനിക്ക് ആവശ്യമാണ്. എൻ്റെ ഗുരുവിൻ്റെ, എന്നെ അക്ഷരാഭ്യാസം ചെയ്ത ഗുരുവിൻ്റെ അനുഗ്രഹം എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എൻ്റെ പൂർവ്വ അധ്യാപകന്മാരെ, എൻ്റെ ഗുരുക്കന്മാരുടെ പാദത്തിൽ ഞാൻ ഒരു നിമിഷം മനസ്സ തൊട്ട് നമസ്കരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന പാഠങ്ങൾ, ആ പാഠത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ കൃപ കൂടി നിങ്ങൾക്ക് ആവശ്യമുണ്ട്. എല്ലാവരും ശ്രദ്ധയോടുകൂടി പാഠങ്ങൾ നോക്കുക, പാഠം വായിക്കാൻ വേണ്ടി പരിശ്രമിക്കുക കേട്ടോ. ടീച്ചറിന് നിങ്ങളെ വായിപ്പിക്കാനൊന്നും പറ്റുന്നില്ല, അറിയാമല്ലോ. അപ്പം ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുക, കൃത്യമായി പാഠം നോക്കുക. പാഠം നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഹം സീക്കേങ്കെ, നമ്മൾ പഠിക്കണം. എന്താണ്? ബുദ്ധിമാൻ. മാനസിക ശക്തി, മനസ്സിൻ്റെ ശക്തി ഉണ്ടാവണം കേട്ടോ. ശക്തി ഇല്ലാത്തവർക്ക് പലപ്പോഴും പല പരാജയങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക. പിന്നെ വാസ്തവികതയാക്കാൻ ഞാൻ, യഥാർത്ഥത്തെക്കുറിച്ചുള്ള വാസ്തവികമായ അറിവ്, യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ബോധം, നിർഭീകത, ഭയമില്ലായ്മ, യഥാർത്ഥമായ കാര്യങ്ങളിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. എന്താണ് സംഭവിക്കുന്നതിനുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ആത്മവിശ്വാസം, നമുക്ക് ഏറ്റവും അധികമായിട്ട് വേണ്ടത് ആത്മവിശ്വാസമാണ്. കഠിനായ്മ ഘബരായെ, ബുദ്ധിമുട്ടില്ല, നമ്മുടെ വിഷമങ്ങൾ നമ്മൾ നെർവസ് ആകാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ ജീവിതത്തിൽ അത് ഉറപ്പാണ്. നമ്മൾ കടന്നു പോണ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടി വരും. ജീവിതത്തിൽ നമ്മൾ തരണം ചെയ്യുക എന്ന് വളരെ വലിയൊരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള കഴിവും ശക്തിയും ഒക്കെ നമുക്ക് ഉണ്ടാവണം. ഓക്കെ, ഇതാണ്. അപ്പം നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഒരിക്കലും ഭയമാവരുത്. നമ്മളൊരിക്കലും ഭയപ്പെടുന്നവരാവാതെ ശരിക്കും ബുദ്ധിപരമായി ചിന്തിച്ചുകൊണ്ട് ചെയ്യുവാനുള്ള കഴിവ് നിങ്ങൾക്ക് ദൈവം തരട്ടെ. ഓക്കെ. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും ടെക്സ്റ്റിലേക്ക് നോക്കുക എന്നാണ്. പാഠത്തിൽ നോക്കിക്കേ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പാഠപുസ്തകത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക. ഓക്കെ. ബഹുത് പുരാനി ബാത്ത് ഹേ, വളരെ പഴക്കമുള്ള കാര്യമാണ്. ഇപ്പോഴും നടന്ന സംഭവമല്ല, വളരെ പണ്ട് നടന്ന സംഭവമാണ്. ഇപ്പോഴൊന്നും സംഭവമല്ല, ഒത്തിരി കാലം മുമ്പുള്ള കേട്ടോ. അങ്ങനെ ഒരു സംഭവമാണ്. ഏക ചീറ്റനെ अपनी काली खाल भयंकर आंखों और तेज दांतों के कारण जंगल में आतंक फैला रहा था. ഒരു ചീറ്റന ലെപ്പേഡ് അല്ലേ, പുള്ളിപ്പുലിക്കാണ് പറയുന്നത് ചീറ്റ എന്ന് പറഞ്ഞത്. അതിന് എന്താണ്? കാലിഖാൽ, തൻ്റെ കറുത്ത സ്കിന്നും കൊണ്ട്, പിന്നെ ഭയങ്കരമായ കണ്ണുകളും, അവർ തേജ് ദന്തോംസെ, നല്ല കൂർത്ത മൊനയുള്ള പല്ലുകൾ കൊണ്ടും, എന്താണ്? കാരണം ജംഗൽമേ ആതങ്ക ഫലയാത്ത, ആതങ്കം എന്ന് പറഞ്ഞാൽ ഭീകരവാദമാണ് അല്ലേ. ഭീകരവാദികൾ തന്നെയാണ്, ചുമ്മാ ആളുകളെ കൊന്നും ഇടുന്ന അതാണ് ഭീകരവാദികൾ. അപ്പം ഇതെല്ലാം കാരണം ഒരു ചീറ്റ കാട്ടിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭീകരവാദം
വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മൃഗങ്ങളൊക്കെ ഒരു കാര്യമില്ലാതെ കൊന്ന് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഭീകരപ്രവർത്തകർ ചെയ്യുന്നതാണോ? യാതൊരു കാര്യമില്ലാതെ ആളുകളെ കൊല്ലുക, അവരുടെ തലയിൽ എന്താണോ വരുന്നത് അതനുസരിച്ച് അവർ മറ്റുള്ളവരെ കൊല്ലുക എന്നാണ് ഭീകരവാദികളുടെ തന്നെ പരിപാടി. അതുപോലെ ഒരു ഭീകരവാദിയായിരുന്നു നമ്മുടെ ഈ ചീറ്റ, ഈ ലെപ്പേഡ്. वह जानवरों को मार डालता था और खा जाता था. അത് മൃഗങ്ങളെ കൊന്നിടുമായിരുന്നു, പിന്നെ തിന്നുകയും ചെയ്യുമായിരുന്നു. ഉസെ ദേഖ്തെ ജാൻവർ ഭാഗ് ഖഡേ ഹോത്തെ ഥേ. അവനെ നോക്കുന്ന അവനെ കാണുന്ന എല്ലാ മൃഗങ്ങളും ഓടി രക്ഷപ്പെടുമായിരുന്നു. കാരണം അവൻ്റെ മുമ്പിൽ പെട്ടുപോയാൽ അവൻ കൊല്ലും, യാതൊരു പ്രയോജനമില്ല. ഇപ്പോൾ ഒരു ഭീകരവാദി വരുവാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഓടി രക്ഷപ്പെടും അല്ലേ? എവിടെയെങ്കിലും രക്ഷപ്പെടാമോ എന്ന് നോക്കും. അറിയാത്ത സാഹചര്യങ്ങളിലാണ് എല്ലാവരും ഭീകരവാദിയുടെ കയ്യിൽ പെടുക. ഓക്കെ, അങ്ങനെ ഈ ചീറ്റയെ കാണുമ്പോഴേക്കും എല്ലാ മൃഗങ്ങളും ഓടി രക്ഷപ്പെടുമായിരുന്നു. കാരണം ഇവൻ ഒരു കാര്യമില്ലാതെ മൃഗങ്ങളെ കൊല്ലുമായിരുന്നു. एक दिन चीते ने देखा कि पहाड़ की तलहटी के पास एक खेत में एक भैंसा बड़ी शांति से लगातार खल खींच रहा था. ഒരു ദിവസം അവൻ കണ്ടു, ഈ ആതങ്കമൊക്കെ ഈ ഭീകരവാദമൊക്കെ വ്യാപിപ്പിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം കണ്ടു ഒരു പഹാഡ് എന്ന് പറഞ്ഞാൽ മൗണ്ടൻ, മലയുടെ താഴ്വരയിൽ, ഒരു മലയുടെ താഴ്വരയിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു കർഷകൻ അല്ല, ഒരു ഭയസ വളരെ ശാന്തിയിൽ, വളരെ ഒരു ബഹളവുമില്ല, വഴക്കുമില്ല, ഒന്നുമില്ല, സമാധാനത്തോടെ ഹൽ കഴിച്ചിട്ട് പ്ലോത്ത്. ഹൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലോത്ത്, കലപ്പ. പണ്ടൊക്കെ ആളുകൾ പാടം എഴുതിയിരുന്നത് കലപ്പ ഉപയോഗിച്ചാട്ടോ. മൃഗങ്ങളുടെ കഴുത്തിൽ കലപ്പ കെട്ടിയിട്ട് കൂടുതലും കാളകളാണ് അതിന് ഉപയോഗിക്കുക. പൈസയൊക്കെ പൈസ എന്ന് പറഞ്ഞാൽ പോത്താണ്. പോത്തിൻ്റെയൊക്കെ പുറത്ത് കലപ്പ കെട്ടി കാൽ വലിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ് കാണാൻ പറ്റിയിരുന്നത്. ശരിക്കും കാളകളാണ് അത് വലിച്ചുകൊണ്ടിരുന്നത്. എന്നാലും ചില സന്ദർഭങ്ങളിൽ പോത്തിൻ്റെ കഴുത്തിൽ തന്നെ കലപ്പ കെട്ടി കർഷകൻ കലപ്പ വലിക്കും. അപ്പം അവർ കലപ്പ മണ്ണിൽ ഊന്തും. എന്നിട്ട് ഈ മണ്ണിൽ ഊന്നി പിടിച്ചിട്ട് കാളകളെ കൊണ്ട് വലിപ്പിക്കും. കാളകളിങ്ങനെ നടന്നു പോകും. അപ്പം പാടം മുഴുവനും കലപ്പ കൊണ്ടാണ് വലിച്ചുകൊണ്ട് ഇരുന്നത്. അപ്പം അങ്ങനെ ഓട്ടോമാറ്റിക്കലി കാള ചലിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ പോത്ത് ചലിക്കുന്നതനുസരിച്ച് പാടം മണ്ണ് മറിഞ്ഞ് വീണുകൊണ്ടേ ഇരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. പാടം ഒഴുകാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഒരുപാട് വാഹനങ്ങളുണ്ട്, അതിനുള്ള ട്രാക്ടർ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് ആളുകൾ, നിങ്ങളൊക്കെ കലപ്പ കൊണ്ട് മണ്ണ് ഒഴുകുന്നു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇതെന്താണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. പക്ഷേ ഇതൊക്കെ പണ്ടുണ്ടായിരുന്ന ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ആളുകൾ ചെയ്തിരുന്ന കാര്യമാണ് കേട്ടോ, ഈ കലപ്പ കെട്ടി കളയനെ ഒഴുകുന്നത്. അപ്പം ഈ നമ്മുടെ ആതങ്കവാദി ചീറ്റ കണ്ടു ഒരു പർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള ഒരു പാടത്ത് ഒരു പോത്ത് വളരെ ശാന്തിയോടുകൂടി സമാധാനത്തോടെ കണ്ടിന്യൂ എന്നെ ചെയ്യുവാണ്, ഇങ്ങനെ കലപ്പ ഉഴുതുകൊണ്ടേയിരിക്കുകയാണ്, പാടം ഉഴുതുകൊണ്ടേയിരിക്കുന്നു. ഹൽക്കീച്ച് രഹാത്ത പ്ലോത്ത് വലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഉസെ പീച്ചെ ഏക്ക് കിസാൻ ചൽ രഹാത്ത. അതിൻ്റെ പിന്നിലൂടെ ഒരു കിസാൻ, ഒരു കർഷകൻ നടന്നു ചെല്ലുന്നുണ്ടായിരുന്നു. വഹലഗത്താർ ഉസ് പർ ചിൽ ഉസ് പർ ചില്ലാ രഹാത്ത. അവൻ്റെ അങ്ങനെ കണ്ടിന്യൂ അവന് ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ കർഷകർക്ക് പിന്നെ അങ്ങനെയാണ്, എപ്പോഴും അവർ എന്തെങ്കിലുമൊക്കെ കാളകൾ ഇച്ചിരി സാവധാനമാവുന്നെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ പോത്ത് ഇച്ചിരി സാവധാനമാവുന്നെന്ന് തോന്നുന്നേ അവരെന്തെങ്കിലും ഒച്ച ഉണ്ടാക്കും. അങ്ങനെ ഒച്ചയുണ്ടാക്കി ഇങ്ങനെ അതിൻ്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുക, ചുമ്മാ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അവർ ബാർ ബേത്ത് സേ പിഠാര ജാരഹത്ത. ബേത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാട്ട അല്ലേ? നമുക്ക് ചിലപ്പോൾ തോന്നും ഈ ചാട്ടയും കൊണ്ട് ചാട്ടയും കൊണ്ട് അടിച്ചാൽ കൊള്ളാമെന്ന് വരെ തോന്നും. അതുകൊണ്ട് ചില സ്വഭാവങ്ങൾ ചിലരുടെ കൈകളിൽ ഉണ്ട്. അപ്പോൾ ഈ ചാട്ട കൊണ്ട് കണ്ടിന്യൂ ഈ പോത്തിൻ്റെ ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എൻ്റെ പുറത്തിൻ്റെ ചാട്ട കൊണ്ട് അടിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇനി ചീതയൊക്കെ ബഹുത്ത് ആശ്ചര്യ ഹുവ. ചീതയ്ക്ക് ഭയങ്കര അത്ഭുതം തോന്നി. कि भाई साहब इतना विशाल है, भाई साहब इतना ह्यूज ആണ്, എന്തോ
പോത്ത് ഇത്രയും വലുതായിട്ടും കൂടെ ഒരിത്തിരി ഇല്ലാത്ത മനുഷ്യൻ്റെ അടി കൊള്ളുന്നു, ഈ ഒച്ചയും കേൾക്കുന്നു. വിശാൽ കിസാൻ ചോട്ടാസായേ, കിസാൻ വളരെ ചെറുതാണ്. ഫിർ ബി ഉസേ മാർ ഖാ രഹാ ഹെ, എന്നിട്ടും അവൻ്റെ കയ്യിൽ നിന്ന് ആട്ടിക്കൊള്ളുന്ന ഈ പൈസയ്ക്ക് നാണമില്ല. ഈ പൈസ ഇത്രയ്ക്കും മോട്ടയാണ്, ഭയങ്കര വണ്ണവും പൊക്കമൊക്കെ ഉള്ളവനാണ് ഈ പൈസ. പക്ഷേ എന്താണ്, ഈ ഇച്ചിരിയില്ലാത്ത കിസാൻ്റെ അടി കണ്ടിന്യൂ കൊണ്ടേയിരിക്കുന്നു. ജബ് കിസാൻ പേടിക്ക് ഛായാമേ ആരാം കർണേ ഗയ, ഈ കിസാൻ മരത്തിൻ്റെ തണലിൽ വിശ്രമിക്കാൻ വേണ്ടി പോയപ്പോഴേക്കും, വിശ്രമം അല്ലേ, കുറേ ചെയ്ത് കഴിയുമ്പോൾ സാധാരണയായിട്ട് മടുക്കും. ആരാം കർണേ ഗയ, വിശ്രമിക്കാൻ വേണ്ടി പോയി. തോ ഉസ്നെ പൈസ പൂച്ച, ഇപ്പോൾ പതുക്കെ ചെന്നിട്ട് ഈ പോത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു. എന്താ ചോദിച്ചേ? ദോസ്ത്. ഓ, പൈസ എന്നാലും ദോസ്ത് എന്നാണ് വിളിക്കുന്നത്. ഇച്ചിരി പേടിയൊക്കെ ഉണ്ട് തന്നിട്ടെ. പൈസ വലിയ വണ്ണമൊക്കെ അല്ലേ, അല്ലെങ്കിൽ ചാടി അവൻ്റെ കഴുത്ത് കയറി അവനെ കടിക്കണ്ടല്ലേ. പക്ഷേ എന്തായാലും അവൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു. എന്നാ ചോദിച്ചു? ഫെർബ്യൂസ് എന്താ ദോസ്ത്, ഫ്രണ്ട്. ദോസ്ത് എന്ന് പറഞ്ഞാൽ എന്നാ? കൂട്ടുകാരാ. ഏക്ക് ബാത്ത് ബതാവോ, ഒരു കാര്യം ഒന്ന് പറയാമോ? ജബ് കിസ് തും ഇത്തനെ ലെമ്പേ ചവടെ അവർ തൗടേ, നീ ഇത്രയും ലെമ്പേ ചൗടെ, വളരെ വണ്ണവും വിശാലവുമുള്ള ഒരു ജാൻവറാണ് നീ, ഇത്രയും ഒരു മൃഗമാണ് നീ. उससे चाकू जैसे तेज और नुकीली सींगों से उस आदमी को सरलता से मार सकते हैं. वो अपने चाकू जैसे, പിച്ചാത്തി പോലെയുള്ള, ചാക്കു എന്ന് പറഞ്ഞാൽ കഠാരി പോലുള്ള തേജ്, നല്ല മൂർച്ചയുള്ള, പിന്നെ സീങ്കോംസ് നുക്കിയിലെ കൂർത്ത നല്ല കത്തി പോലെ ഇരിക്കണം. ചാക്കു എന്ന് പറഞ്ഞാൽ നൈഫാണ്, കത്തി. പിച്ചാത്തി കഠാരി പോലുള്ള തൻ്റെ കൊമ്പുകൾ കൊണ്ട് ഈ ആത്മീക്ക് സരളദാസ് മാർ സക്തി, വളരെ എളുപ്പത്തിൽ ഈ പാവ ആത്മീക്കിട്ട് ഒരു കുത്തിവെച്ച് കൊടുക്കാൻ പറ്റില്ലേ? സക്തേ ഹോ മുझे समझ नहीं आता, എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. കെ തും ഇത്തനെ ദബ്ബോ ക്യോം ഹോ, നീ ഇത്ര മന്ദവതി, നീ എന്തിനാണ് ഇങ്ങനെയാ ഇവന് ഈ കിസാൻ്റെ കയ്യിൽ നിന്ന് അടികൊള്ളുന്നത്? വളരെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബൈസനെ വിവശദാസെ ചിതേക്കോ ദേക്ക, ബൈസയാണെങ്കിൽ വളരെ വിഷമിച്ചുകൊണ്ട് ഈ ചീറ്റയെ നോക്കി. അവർ ഉദാസി സെ ബോല, സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ദോസ്ത് മേരി മജബൂരി ഹേ, എൻ്റെ നിസ്സഹായാവസ്ഥ. മജബൂരി നിസ്സഹായാവസ്ഥയാണ്, ഇതെൻ്റെ നിസ്സഹായാവസ്ഥയാണ്. വഹ ചോട്ട ജരൂർ ഹേ, അവൻ ചെറുതൊക്കെയാണ്, തീർച്ചയായിട്ടും അവൻ ചെറുതാണ്, അവൻ്റെ ശരീരം കൊണ്ട് അവൻ വളരെ ചെറുതാണ്. ലേക്കിൻ ഉസ്കെ പാസ് ബുദ്ധി ഹേ, അവന് ബുദ്ധിയുണ്ട്. എന്താണ്? അവന് ബുദ്ധിയുണ്ട്. ബുദ്ധി. ചിറ്റനെ ആശ്ചര്യ പൂച്ച, ചിറ്റ ആശ്ചര്യത്തോടെ അത്ഭുതത്തോടെ ചോദിച്ചു. ഏക് ബുദ്ധി ക്യാ ചീജോ ഹേ, ഈ ബുദ്ധി എന്താ സാധനം? മനസ്സിലായില്ല. ഈ ബുദ്ധി എന്താണ് സാധനം? ബൈസ കുത്ത് നഹി ജാൻതാ താ, ബൈസയ്ക്ക് അതും മനസ്സിലായി. ബൈസയ്ക്ക് തന്നെ അറിയത്തില്ല ബുദ്ധി എന്നാന്ന് പറയുന്നത്, എൻ്റെ സാധനം. കാരണം പോത്തല്ലേ, പോത്തിന് വലിയ ബുദ്ധിയുണ്ടല്ലോ. എന്താ കി ബുദ്ധി കിസ്സെ കാത്ത ഹേ, ബുദ്ധി എന്തിനെയാണ് ബുദ്ധി എന്ന് പറയുന്നതെന്ന് അവന് അറിയത്ത് ഇല്ലായിരുന്നു. ലേക്കിൻ വഹ് ചീറ്റേ കെ സാമനെ ജാഹിർ നഹി ഹോനെ ദേന ജാതാ ഥ, എന്നാൽ അവന് ബുദ്ധി എന്താണെന്ന് അറിയത്തില്ല എങ്കിലും ഈ ചീറ്റയുടെ മുമ്പിൽ നാണം കെടാൻ പറ്റത്തില്ല, ചെറുതാകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട്, എനിക്ക് അറിയില്ല എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് പറഞ്ഞു. ചാത്താ ഥ ഇസ്ലിയെ ഉസ്നെ കഹ, അവൻ ഈ ചീറ്റയുടെ മുന്നിൽ എനിക്ക് ബുദ്ധി എന്താണെന്ന് അറിയില്ല എന്ന് പറയാൻ അങ്ങോട്ട് ഇഷ്ടം തോന്നിയില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞു എന്താ പറഞ്ഞേ? അച്ഛ ഹോഗ ഏതി തും ഖുദ് ജാക്കർ ആത്മീ സെ പൂച്ചോ, ഓ എന്നോട് ചോദിക്കുന്നതിനേക്കാളും ഒക്കെ നല്ലത് നീ നേരിട്ട് ചെന്ന് ഈ ആത്മിയോടൊന്ന് ചോദിക്കുക. അപ്പോൾ ആ ആത്മി നിനക്ക് പറഞ്ഞു തരും ബുദ്ധി എന്നതെന്ന്. നീ അന്ന് നേരിട്ട് ചോദിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നോട് ചോദിക്കേണ്ട കാര്യം, എന്നോട് ചോദിക്കണേക്കാളും നല്ലത് നീ ആ മനുഷ്യൻ്റെ അടുത്ത് തന്നെ ചോദിക്കാൻ നിനക്ക് മനസ്സിലാവും ബുദ്ധി എന്നാണ്. चीटा किसान के पास पहुंचा और पूछा,
ചീറ്റയ്ക്ക് തോറ്റ് പിന്മാറാനൊന്നും താല്പര്യമില്ലായിരുന്നു. സംഭവം അറിയണമെന്ന് ആഗ്രഹിച്ച ചീറ്റ അറിയാൻ തന്നെ ആണ് ആഗ്രഹിക്കുന്നത്. നേരെ കിസാൻ്റെ അടുത്ത് ചെന്നു, കർഷകൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഏക ക്യാ സച്ച് ഹേ കി തുമാരെ പാസ് ബുദ്ധി ഹേ? നീ പറയണത് സത്യമാണോ? നിനക്ക് ബുദ്ധിയുണ്ടോ? ഹാ ഏക സച്ച് ഹേ കിസാനെ കഹ. ആ അതൊക്കെ സത്യമാണ്. എനിക്ക് ബുദ്ധിയുണ്ടെന്നൊക്കെ പറയുന്നത് സത്യം തന്നെ ആണ്. കിസാനെ കഹ, കർഷകൻ പറഞ്ഞു. ചീറ്റനെ ഫിർ പൂജ. ചീറ്റ പിന്നീടും ചോദിച്ചു, അച്ഛാ ഏക ദിക്കനേമേ കൈസേ കൊത്തി ഹേ? ഓക്കെ, നീ പറയണൊക്കെ ശരിയാ, പക്ഷെ ഇത് കാണാൻ എങ്ങനെ ഇരിക്കും ഈ ബുദ്ധി? ചിറ്റ കിസാൻ കെ പാസ് പൂച്ച അവർ ഏക സച്ചേക്ക് തുമാരെ പാസ് ബുദ്ധി ഹേ? ചിറ്റ കിസാൻ്റെ അടുത്ത് നിന്നിട്ടും ചോദിച്ചു, ഇത് സത്യമാണോ? നിനക്ക് ബുദ്ധി ഉണ്ടെന്ന് പറയുന്നത് സത്യമാണോ എന്നറിയണമല്ലോ. ഹാം ഏക സച്ച് ഹേ, ഇത് സത്യമാണ്. എനിക്ക് ബുദ്ധി ഉണ്ടെന്ന് പറയുന്നത് സത്യമാണ്. കിസാനെ കഹ, കിസാൻ പറഞ്ഞു, കർഷകൻ പറഞ്ഞു. ചിറ്റനെ ഫിർ പൂച്ച. ചിറ്റയ്ക്ക് വീണ്ടും പറയണം, വീണ്ടും ചോദിച്ചു, അച്ഛാ ഏക ദിക്കനേമേ കൈസേ ഹോത്തി ഹേ? ഈ ബുദ്ധി കാണാൻ എങ്ങനെ ഇരിക്കും? അതൊന്ന് പറഞ്ഞു തരാമോ? ക്യാ തും മുझे ദിക്കാ സക്തേ ഹോ? നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അത് എന്നെ ഒന്ന് കാണിക്കാൻ പറ്റുമോ നിനക്ക്? ഇതെന്നാ ആതങ്കവാദി ചീറ്റയല്ലേ? ഈ ചീറ്റ എത്ര ആതങ്കവാദി ഒന്നുമല്ല, പാവം ചീത്ത. ഓക്കെ, സക്തേ ഹോ കാശ് കി മേ തുമേ ബുദ്ധി ദിക്കാ പാത്ത. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു നിന്നെ ബുദ്ധി കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. മുझे खेत में गिर जाने का डर था. ഈ ബുദ്ധി എൻ്റെ കയ്യിൽ നിന്ന് ഖേത്തിൽ ഞാൻ പാടം ഉഴുതുന്ന ആളല്ലേ. അപ്പോൾ ഈ പാടം ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ ഈ ബുദ്ധി എൻ്റെ കയ്യിൽ നിന്നെങ്ങാനും താഴെ പോയെങ്കിലോ എന്നോർത്ത് എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. ഇസ്ലിയെ ആജ് സുബഹ് മേം ഉസെ ഘർ പർ ഹി ചോടായ. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ആ ബുദ്ധിനെ എൻ്റെ വീട്ടിൽ തന്നെ വെച്ചിട്ട് ഞാൻ പോന്നു. കിസാനെ വിനമ്രദാസ് ജവാബ് ദിയ. വളരെ വിനയത്തോടെ കർഷകൻ മറുപടി കൊടുത്തു. क्या तुम घर जाकर उसे ले आओगे? मैं सचमुच चाहता हूँ कि बुद्धि कैसी होती है. നിനക്ക് ഇതൊന്ന് വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വരാമോ? ഞാൻ സത്യമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ബുദ്ധി എന്താണെന്ന് എനിക്ക് അറിയാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ചിറ്റനെ ആഗ്രഹിക്കുക. ചിറ്റ ആഗ്രഹം പ്രകടിപ്പിച്ചു. ടീക്ക് ഹേ മേൻ ലേ ആതാഹും. ഓക്കെ ശരി, ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം. കിസാൻ കുച്ച് കഥമാകെ ബഠ. ഒരു കുറച്ച് പാദങ്ങൾ മുന്നോട്ട് വെച്ചു. കർഷകൻ 2-3 പാദങ്ങൾ മുന്നോട്ട് വെച്ചു. പോയി എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വെച്ചു. ഫിർ രുക് ഗയ. എന്നിട്ട് നിന്നു. അവർ വാപ്പസ് ആക്കർ ബോല. പിന്നീട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നഹി മേ അഭി നഹി ജാ സക്ത. ഓഹ്, ഞാനിപ്പോൾ പോക്കൊന്നും നടക്കുകയില്ല. यहाँ मेरे ना रहने पर तुम मेरे पैसे को मार देंगे. ഇവിടെ ഞാനില്ല എങ്കിൽ നീ എൻ്റെ പൈസയെ, എൻ്റെ പോത്തിനെ കൊന്നു തിന്നുകയില്ലാന്നൊന്നും വിശ്വസിക്കാൻ ഞാൻ ആളല്ല. അതുകൊണ്ട് ഞാനിവിടെ നിന്ന് ഇല്ലായ്മയിൽ, എൻ്റെ ആബ്സെൻസിൽ നീ എൻ്റെ പോത്തിനെങ്ങാനും കൊന്നാലോ? ചിറ്റനെ വിശ്വാസപൂർവ്വക. ചിറ്റ വിശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മേ കസം കാത്താഹും. ഞാൻ പ്രതിജ്ഞ ചെയ്യുകയാണ്, ഞാൻ സത്യം ചെയ്യുകയാണ്. കി മേ ആയിസാനാഹി കരുക. ഞാൻ അങ്ങനെ ചെയ്യുകയില്ല. വൈസാബി ആജ് നാസ്തേ മേ ഹിരൺ ഖാനെ സെ മേരാ പേട്ട് ഫറാഹുവാകും. അങ്ങനെ ഇപ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. രാവിലെ എനിക്കൊരു ഹിരണിനെ കിട്ടിയായിരുന്നു. ഹിരൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്, ഡിയർ, നമ്മുടെ മാൻ അല്ലേ. ഒരു മാനിനെ ഞാനിങ്ങനെ തിന്നച്ചിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വയറ് നിറഞ്ഞ് ഇരിക്കുകയാണ്. തുമ്മേ ഡർനയ്ക്ക് കോയി സ്വരൂരത്ത് നഹിയെ. നിനക്ക് പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ രാവിലെ ഹിരണിനെയൊക്കെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഹിരണിനെ തിന്നിരിക്കുന്നത് കൊണ്ട് എൻ്റെ വയറ് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഇന്ന് പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് ചിറ്റ പറഞ്ഞു. ഡർനയ്ക്ക് സ്വരൂരത്ത് നഹി. അതുകൊണ്ട് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ധൈര്യമായിട്ട് നീ പോയി വീട്ടിൽ ചെന്ന് ബുദ്ധി എടുത്തുകൊണ്ട് പോരെ. കിസാനെ ഏക ക്ഷൺ കൊച്ചു സോജ. കിസാൻ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു, പോണോ വേണ്ടയോ? കുച്ചു സോച്ച ഫിർ ബോല. എന്നിട്ട് പറഞ്ഞു, ടീക്ക് ഹേ
लेकिन मैं तुम्हें इस पेड़ से बांध कर ही जाऊंगा. ഓക്കെ, നീ പറയുന്നതൊക്കെ സത്യമാണ്. ഞാൻ കൊല്ലുകയിലായിരിക്കും, ഞാൻ പോയാലും നീ എൻ്റെ വയസ്സായ കൊല്ലുകയിലായിരിക്കും. പക്ഷെ ഒരു കാര്യം, നിന്നെ ഞാൻ ഈ മരത്തെ കെട്ടിയിട്ടിട്ട് പോകാം. ജാവുക ഇസസെ മുച്ച ഡർ നഹി രഹേക. ഇതിൽ എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിന്നെ ഈ മരത്തെ കെട്ടിയിട്ടേക്കുവാണെങ്കിൽ നീ എൻ്റെ വയസ്സായ തിന്നോന്ന് എനിക്ക് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. രഹേക कि तुम वैसे को मारकर खा लेंगे. നിന്നെ മരത്തിൽ ഞാൻ കെട്ടിയിട്ടിട്ട് പൊക്കോളാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് പേടിക്കണ്ടല്ലോ, എൻ്റെ വയസ്സായ നീ കൊന്ന് തിന്നുമെന്ന് എനിക്ക് പേടിക്കണ്ടല്ലോ എന്ന് കർഷകൻ പറഞ്ഞു. वैसे भी आज नाश्ते में हिरन खाने से ओके इससे मुझे डर नहीं रहेगा कि मारकर खा लेंगे. चिट्टा बुद्धि को देखने के लिए उतावला हो रहा था. ഈ ചീറ്റയ്ക്ക് തൻ്റെ ബുദ്ധി എന്താണെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര ജിജ്ഞാസ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ബുദ്ധി എന്താണ് വസ്തു അതൊന്നും അറിയണം. ഈ പാവം ഇത്രയും വലിയ ലംബ ചവട തകടയായ ഭയസായി ചോട്ട കിസാൻ്റെ അടുത്ത് വളരെ എളിമയോടെ നിന്ന് അവൻ്റെ അടിയും ഇടിയും ചവിട്ടും ഒച്ചപ്പാടും ഒക്കെ കേട്ടുകൊണ്ട് നിന്ന് ജോലി ചെയ്യുന്നു ശാന്തിയിൽ. അപ്പോൾ ഇതിൻ്റെ കാരണമുള്ള ഈ ബുദ്ധിയാണല്ലോ കാരണം. അപ്പോൾ ഈ ബുദ്ധി എന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസ കാരണം ചീറ്റ എന്തിനും തയ്യാറായിരുന്നു. इसलिए उसने किसान की बात मान ली. അതുകൊണ്ട് അവൻ കിസാന്റെ ഈ ആവശ്യം അംഗീകരിച്ചു. किसान ने उसे पेड़ से बांधकर चारों तरफ सूखे पत्ते सूखी लकड़ियां बिछा दी. किसान ने ചെയ്തു, किसान उसे पेड़ पर बांधकर चारों तरफ सूखे पत्ते. കിസാൻ ചെയ്തു, ഈ കിട്ടിയ അവസരത്തിന് ഈ ചീറ്റയെ പിടിച്ച് കെട്ടി മരത്തെ കൊണ്ടിട്ടിട്ടു. എന്നിട്ട് എന്നാ ചെയ്തു, മരത്തിൻ്റെ ചുറ്റും സൂക്ക പത്ത ഉണങ്ങിയ ഇലകളും പിന്നെ ചാരം തരഫ് സൂക്ക പത്തെ സൂക്കി ലക്കടിയ ഉണങ്ങിയ തടിക്കഷ്ണങ്ങളും ബിച്ചാതി ചുറ്റും നിറച്ച് വിരിച്ചിട്ടു. അല്ലേ, ഈ മരത്തിൻ്റെ ചുറ്റും എന്നാ ചെയ്തു, ഉണങ്ങിയ ഇലയും തടിയും എല്ലാം കൂടെ കൊണ്ടുവന്ന് ചുറ്റും കൊണ്ടുപോയി വെച്ചു. ഫിർ ബോല എന്നിട്ട് പറഞ്ഞു, യഹി ഹേ മേരി ബുദ്ധി, ഇതാണ് എൻ്റെ ബുദ്ധി. ആഗ് ലപ്പട്ട് ലഗാ ദി ഫിർ സൂക്കി ബിച്ചാ ദി അവർ ഉസ്മേ ആഗ് ലഗാ ദി. അതും കൂടെ ഉണ്ട് കേട്ടോ, അവർ ഉസ്മേ ആഗ് ലഗാ ദി. തീ കത്തിച്ചു. ഉണങ്ങിയ ഇലയും തടിയും എല്ലാം കൊണ്ടുവന്ന് ഈ മരത്തിൻ്റെ ചുറ്റും കൊണ്ടുപോയിട്ടിട്ട് എന്നാ ചെയ്തു, തീ കത്തിച്ചു. ആഗ് മേ ജലത്തെ ഫിർ ബോല എന്നിട്ട് പറഞ്ഞു, മേരി ബുദ്ധി, ഇതാണ് എൻ്റെ ബുദ്ധി. ആഗ് ലപ്പട്ടെ തേജ് ഹോ ജാ രഹി തീ. തീയാണെങ്കിൽ ഉയരത്തി കത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. आग में जलते चीटे को देखकर भैंसे को हंसी आ गई. ഈ തീയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ചീറ്റയെ കണ്ടപ്പോഴേക്കും നമ്മുടെ ഭയസിന് ഭയങ്കര ചിരി വന്നു. ഹസ്യാറെ ഭയങ്കര ചിരി വന്നു. ഹസ്തേ ഹസ്തേ ഏക ചട്ടാൻ പർ ഗിര. ചേട്ടിക്ക് തൻ്റെ ചിരി അങ്ങോട്ട് നിയന്ത്രിക്കാൻ പറ്റാതെ ചിരിച്ച് ഒരു ചട്ടാൻ, പാറ കൂട്ടമാണ്. ചട്ടാൻ എന്ന് പറഞ്ഞാൽ റോക്സ്, പാറപ്പുറത്തേക്ക് വീണു. उसके ऊपर के जबड़े के दांत टूट गए. അങ്ങനെ ഈ നമ്മുടെ വയസ്സായുടെ മോണിലെ പല്ല് മുഴുവനും പൊട്ടി പോയി. മോളത്തെ നിലയിലെ പല്ല് മുഴുവൻ പോയിട്ടോ നമ്മുടെ പൈസയ്ക്ക്. ചീറ്റ തബി ചൂട്ട ജബ ഉൻകി രസ്യം ജൽ ഗയി. പാവം ചീറ്റ അപ്പോഴാണ് അതിൽ നിന്ന് തീയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആ രസ്യ അവനെ കെട്ടിയിട്ട കയർ കത്തി തീർന്നപ്പോഴാണ് അവൻ ആ തീയിൽ നിന്നും രക്ഷപ്പെട്ടത്. ദർദസെ കരാഹ ത വഹ ജംഗൽ മേ ഭാഗയ. വേദന കൊണ്ട് ഒച്ചയുണ്ടാക്കി അലറി വിളിച്ചുകൊണ്ട് അവൻ കാട്ടിലേക്ക് ഓടിപ്പോയി. തബീസെ चीता परिवार से सदस्यों के वदन पर जलने के रूप में काली काली बूरी धारियां जन्म से ही होती है. അങ്ങനെ അന്ന് മുതലാണെന്ന് ഈ ചീറ്റയില്ല നമ്മുടെ ചീറ്റ പരിവാർ
ഫാമിലി ഓഫ് ദ ലെപ്പേഡ്. ലെപ്പേഡിൻ്റെ ഫാമിലിയിൽ എല്ലാ ലെപ്പേഡിനും, ചീറ്റയ്ക്കും, പുള്ളിപ്പുലികൾക്കും ദേഹത്ത് പൊള്ളിയ പാടുകൾ, ചെറിയ ചെറിയ പൊട്ട് പോലുള്ള പാടുകൾ ഉണ്ടാവാനുള്ള കാരണം അന്ന് മുതലാണ്. ദേഹം മുഴുവൻ കത്തിപ്പമുണ്ടായ ആ പാട് മൂലമാണ് ഈ ചീറ്റ പരിവാറിലെ മറ്റ് ചീറ്റകൾക്കെല്ലാം ഇങ്ങനെ അന്ന് മുതലുണ്ടായ എല്ലാ ചീറ്റകൾക്കും ദേഹത്ത് പുള്ളി വരാൻ കാരണം. होती है और भैंसा परिवार के सभी सदस्यों को ऊपरी दांत जन्म से ही नहीं होते हैं. അങ്ങനെ നമ്മുടെ ഭൈസ പരിവാർ പോത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട എല്ലാ പോത്തുകൾക്കും ജന്മത്തോടെ മുകളിലത്തെ നിരയിൽ പല്ലില്ലെന്ന്. നേരാണോന്ന് അറിയില്ല കേട്ടോ, പല്ല് ഇല്ല. ഇത് ശരിയാണെന്ന് ടീച്ചറിന് അറിയത്തില്ല. പോത്തിൻ്റെ മുകളിലത്തെ നിരയിൽ പല്ലില്ലെന്ന് അവർ പറയുന്നു. സത്യമാണെന്ന് അറിയത്തില്ല. നമ്മുടെ ചീറ്റയുടെ ദേഹം, ചീറ്റ പരിവാറിൽപ്പെട്ടവരുടെ ദേഹത്ത് പുള്ളികൾ ഉണ്ടാകാനുള്ള കാരണം ഇതാണെന്ന് അവർ പറയുന്നുണ്ട്. അതും